തമിഴ്നാട്ടിലെ സ്ത്രീധനത്തെ ചൊല്ലി 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു. തിരുപ്പൂരിലാണ് ആദ്യത്തെ മരണം. 100 പവനും 70 ലക്ഷത്തിൻ്റെ കാറും സ്ത്രീധനമായി ഹൃദന്യ എന്ന പെൺകുട്ടിയെ കെട്ടിച്ചപ്പം കൊടുത്തു. 27 വയസ്സുള്ള കുട്ടിയാണത്. തിരുപ്പുറം സ്വദേശിയാണ്. അവർ ഭർത്താവിൻ്റെ വീട്ടുകാരും ഇപ്പോൾ 300 പവൻ്റെ സ്വർണത്തിൻ്റെ കോയിൻ വേണമെന്ന് നിർബന്ധം പിടിച്ചു. പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് അത് കൊണ്ടുവരണം. കാരണം തിരുപ്പൂരാണ്. 100 പവൻ കൊടുത്തതാണ്. 100 പവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ 75 ലക്ഷത്തിൻ്റെ സ്വർണ്ണാഭരണമായി. പിന്നെ 70 ലക്ഷത്തിൻ്റെ കാറ്. എങ്ങനെയായാലും 1.5 കോടി രൂപ കൊടുത്താണ് ആ കൊച്ചിനെ കെട്ടിച്ചത്. ഹൃദയം പൊട്ടി മരിക്കുകയാണ് ചെയ്തത്. ആ കുട്ടി ഈ 300 പവൻ്റെ ഡിമാൻഡോടുകൂടി അത് ആകെ വിഷമിച്ചു. അവർക്ക് വേറെ നിവൃത്തിയില്ല. ഇത്രയും സ്വർണവും ഇത്രയും പണവും കൊടുത്ത് കെട്ടിച്ചതാണ്. അവരുടെ പുതിയ ഡിമാൻഡ് മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ഇവർക്കറിയാം. ഏതായാലും ഒരു വോയിസ് ക്ലിപ്പ് പിതാവിന് ഇട്ടുകൊടുത്തു. അതിപ്പോൾ സർക്കുലേഷനിലാണ്. ഇവർ ആ വീടിന് സമീപം, ആ ഭർത്താവിൻ്റെ വീടിനായി അവിനാശിക്കടുത്ത്, അവർ സേവൂരിന് സമീപം അവർ കാറ് കിടക്കുന്ന കണ്ടു. വളരെ നേരമായിട്ട് കാർ അവിടെ കിടക്കുന്നുണ്ട്. ആൾക്കാർ വന്ന് നോക്കി. അപ്പോഴാണ് കാറിനകത്ത് ഒരു പെൺകുട്ടി കിടക്കുന്ന കണ്ടത്. അത് ഹൃദന്യായിരുന്നു. അവർ കീടനാശിനി കഴിച്ച് മാതാപിതാക്കളെ ഇനി വേദനിപ്പിക്കേണ്ടെന്ന് കരുതി അവർ വോയിസ് മെസ്സേജ് അയച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കാറിനകത്ത് ഇവർ മരിച്ചു കിടന്നിട്ട് വളരെ നേരം കൊണ്ട് ഈ കാറ് റോഡ് സൈഡിൽ വിജനമായ സ്ഥലത്ത് കിടക്കുന്ന കണ്ട് വന്ന് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഏതായാലും അമ്മയും അപ്പനോടും ഈ പെൺകുട്ടി യാത്ര ചെല്ലുന്നത് വളരെ ഹൃദയഭേദകമായിട്ടാണ്. എനിക്ക് എൻ്റെ അപ്പയും അമ്മയും മാത്രമേ എൻ്റെ ലോകത്തിലുള്ളൂ. കാരണം ഭർത്താവിൻ്റെ വീട്ടുകാരെ ആരുമില്ല. അവിടെ കുട്ടിയെ മാനസികമായി തകർന്നു, മാനസികമായി പീഡിപ്പിച്ചു. ഇത്രയും ഏകദേശം 1.5 കോടി രൂപയുടെ സ്വത്ത് കൊടുത്തിട്ടും വീണ്ടും 300 പവൻ ചോദിച്ചിരിക്കുകയാണ്. ഏകദേശം 2-2.5 കോടി വീണ്ടും കൊടുക്കണമെന്ന്. നിവൃത്തിയില്ലാതെ ആ പെൺകുട്ടി അപ്പനും അമ്മയ്ക്കും വോയിസ് മെസ്സേജ് അയച്ച ശേഷം ആത്മഹത്യ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇത് വളരെ ഒച്ചപ്പാടുണ്ടാക്കി തമിഴ്നാട്ടിൽ. അതിൻ്റെ പിന്നാലെ അടുത്ത സ്ത്രീധനത്തിൻ്റെ കേസൂടെ വന്നിരിക്കുന്നു. അത് ചെന്നൈയിലെ പൊന്നേരിയിലെ ലോകേശ്വരി എന്ന 27-കാരിയാണ് മരിച്ചത്. അവർ വളരെ സാധുക്കളായിരുന്നു. എങ്കിലും വിവാഹ സമയത്ത് അവർ ഡിമാൻഡ് 12 പവൻ കൊടുക്കണമെന്ന്. അവർക്കത് കൊടുക്കാൻ കഴിയില്ല. 10 പവൻ ചോദിച്ചു. അതും കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. 5 പവൻ കൊടുക്കാം സ്ത്രീധനത്തിന്. വിവാഹം കഴിഞ്ഞ് 4ാമത്തെ ദിവസം ആ കുട്ടി മരിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ കാരണത്തിലേക്കാണ് ഇപ്പം അവിടുത്തെ പത്രങ്ങളും സമൂഹമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിവാഹത്തിന് 5 പവൻ കൊടുത്ത് കല്യാണം കഴിക്കാം എന്ന് വാക്ക് പറഞ്ഞെങ്കിലും ആ മാതാപിതാക്കൾക്ക് സ്വർണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 4 പവൻ മാത്രം ഉണ്ടാക്കി. അവരാവശ്യപ്പെട്ടൊരു ബൈക്ക് അത് വാങ്ങിച്ചു കൊടുത്തു പയ്യന്. സ്വകാര്യ കമ്പനിയിൽ അവന് ജോലിയാണ്. 10 പവൻ്റെ സ്വർണം ചോദിച്ചെടുത്ത് 5 പവൻ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞെങ്കിലും സമയമായപ്പം സാമ്പത്തിക ഞെരുക്കം കാരണം 4 പവൻ മാത്രമാണ് കൊടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇപ്പോഴേ ആ പെൺകുട്ടിയുടെ അടുത്ത് അവർ പതുക്കെ പീഡനങ്ങൾ തുടങ്ങി. ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും ആ അമ്മയും ഭർത്താവിൻ്റെ അമ്മയും ഈ കുട്ടിയെ മാനസികമായി വളരെയധികം പീഡിപ്പിക്കുകയാണ്. ആ വീട്ടിലെ സർവ്വ ജോലികളും ഈ പെൺകുട്ടി ചെയ്യണം. ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഉണ്ടെങ്കിലും അവർ ഇത്ര നാൾ ജോലി ചെയ്തെങ്കിലും അവരും ഈ പെൺകുട്ടിയുടെ അമ്മായിമ്മയും ചേർന്ന് സർവ്വ ജോലികളും ചെയ്യിപ്പിക്കും. അവർ അങ്ങനെ മാനസികമായി തകർന്നു. ആ വീട്ടിലൊരു സോഫ കിടപ്പുണ്ട്. അതിലൊന്ന് ഇരിക്കാൻ ശ്രമിച്ചപ്പം അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിട്ടു. അവിടെ ഇരിക്കാനും സമ്മതിച്ചില്ല. അതും മാനസികമായി വളരെ തകർത്തു ആ പെൺകുട്ടിയെ. എന്തായാലും 1 പവനും ഒരു AC കൂടെ കൊണ്ടുവന്നാൽ പ്രശ്നം പരിഹരിക്കാം എന്ന് ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞു. തൻ്റെ പിതാവിനും അല്ലെങ്കിൽ തൻ്റെ വീട്ടുകാർക്കും അത് കൊടുക്കാൻ കഴിയില്ല. വിവാഹത്തിന് തന്നെ 4 പവൻ ഉണ്ടാക്കിയ പാട് ഈ പെൺകുട്ടിക്കറിയാം.
എന്തായാലും ലോകേശ്വരി മടങ്ങി 4-ാം ദിവസം, വിവാഹത്തിൻ്റെ 4-ാം ദിവസം അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് വീട്ടുകാരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത ദിവസം പിറ്റേ ദിവസം 29-ാം തീയതി വീട്ടിലെത്തി. 30-ാം തീയതി വീടിനകത്ത് തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. തമിഴ്നാട്ടിൽ ധാരാളം ഇതുപോലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ത്രീധനം ഇന്നവിടെ വളരെ സജീവമാണ്. കാര്യം ഇന്ത്യ വളരെ പുരോഗമിച്ചെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഇന്നും വിവാഹത്തിന് സ്ത്രീധനം ഒരു ഡിമാൻഡായിട്ട് പലരും പറയും. അങ്ങനെ സ്ത്രീധന നിരോധന നിയമങ്ങൾ പല സ്ഥലത്തും നിലവിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലവിലുണ്ടെങ്കിലും പല സ്ഥലത്തും അത് പ്രയോഗിച്ച് കാണുന്നില്ല. പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഷെയറായിട്ട് മാത്രം കണക്കാക്കി കൊടുക്കുകയാണ് എന്നാണ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളും അതുപോലെ ഭർത്താവിൻ്റെ മാതാപിതാക്കളും പറയുന്നത്. അതുകൊണ്ട് സ്ത്രീധനത്തിനെതിരായിട്ട് ശക്തമായ നടപടിയെടുക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഇന്ത്യയിലെ സ്ത്രീധനം നിരോധനം നിലവിലുള്ളതുകൊണ്ട് എല്ലാ സംസ്ഥാനത്തും അവർ ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ സ്ത്രീധന നിരോധനത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാം. കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ അവർ മടങ്ങി അവരുടെ വീട്ടിലേക്ക് പോട്ടെ. ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരായിട്ട് സ്ത്രീധന നിരോധനത്തിന് ആ വകുപ്പനുസരിച്ച് അവർക്ക് വേണ്ടി കേസ് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള ആത്മഹത്യയിലേക്ക് പോകേണ്ട. ഏതായാലും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങാൻ തീരുമാനിച്ച് തൻ്റെ വീട്ടിൽ വന്നാൽ അങ്ങനെയുള്ളവർക്കെതിരായിട്ട് കേസ് കൊടുക്കുന്നതാണ് ഉചിതം. അങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ ചെയ്യണം. നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ പ്രതിവിധിയാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ ഈ പണം മോഹിച്ചുകൊണ്ടുള്ള ഡിമാൻഡും പീഡനവും തുടങ്ങിയാൽ പിന്നെ അവിടെ നിൽക്കാൻ കഴിയില്ല, മടങ്ങിപ്പോകാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെ വരുന്ന കുട്ടികളെ സ്വീകരിക്കാനായിട്ട് മാതാപിതാക്കൾ തയ്യാറാകണം. വേറെ അവർക്ക് ആശ്രയമില്ല, അവരുടെ മക്കളാണ്. അതുകൊണ്ട് കല്യാണം കഴിച്ചില്ല അല്ല ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ കുട്ടിയെ ഒറ്റപ്പെടുത്താനും ചെയ്യരുത്. ആ കുട്ടിയെ സന്തോഷത്തോടെ സ്വീകരിക്കുക. നിങ്ങളുടെ മക്കളാണ് അന്ന വിചാരം വേണം. കല്യാണം കഴിച്ചയച്ച് വേറെ വീട്ടിലോട്ട് പോയെങ്കിലും അവിടെ ആ കുട്ടിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇല്ല. അതിനെ പീഡിപ്പിക്കുന്നതാണെങ്കിൽ ആ കുട്ടി മടങ്ങി നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ 2 കൈയും നീട്ടി ആ കുട്ടിയെ സ്വീകരിക്കാനുള്ള മനസ്സ് മാതാപിതാക്കൾ ഉണ്ടാകണം. മരണം വരെ അവരെ ശുശ്രൂഷിക്കട്ടെ. അതോടൊപ്പം ഈ കുട്ടി മരണം വരെ ആ വീട്ടിലും കഴിയട്ടെ. അതിനുള്ള സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാക്കണം.